ഗുഡ് മോർണിംഗ്. നമ്മളിനി കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിലെ പാർട്ട് 2 എക്സ്പ്ലനേഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആയിട്ട്. പേപ്പറിൻ്റെ നിലവാരം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ദ കറന്റ് ഇൻ എ വയർ ഈസ് 8 ആംപിയർ, ഹൗ മച്ച് ചാർജ് വിൽ ഫ്ലോ ത്രൂ ഇറ്റ് ഇൻ 2 സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. കറണ്ട് എന്ന് പറയുമ്പോൾ 8 ആംപിയർ ആണ്, ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ I is equal to 8 ആംപിയർ, ടൈം is equal to 2 സെക്കൻഡ്. സോ കറണ്ട് I is equal to, നമ്മുടെ ഫോർമുല എന്താണ്, Q/T. കണ്ടെത്തേണ്ടത് എന്താണ്, ചാർജ് ആണല്ലേ. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ Q is equal to IT. അപ്പോൾ ആ Q എന്ന് പറയുമ്പോൾ I എന്ന് പറയുമ്പോൾ 8 ആംപിയർ, ടൈം എന്ന് പറയുമ്പോൾ 2 സെക്കൻഡ്. അപ്പോൾ 8 × 2 16 ആംപിയർ സെക്കൻഡ്. ഈ ആംപിയർ സെക്കൻഡാണ് എന്തെന്ന് പറയുന്നത് കുളോംബ് എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വ്യൂസിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 16 കുളോംബ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. മൊളാലിറ്റി, മോളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, നോർമാലിറ്റി. ഇപ്പോൾ മൊളാലിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എക്സാക്ട്ലി 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് 1 ലിറ്റർ, അതുകൊണ്ട് ഇതൊരിക്കലും ആൻസർ ആയിട്ട് വരില്ല. അടുത്ത് നോക്കുക, മൊളാരിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലിറ്റർ ഉള്ളത് കൊണ്ട് മൊളാരിറ്റി ശരിയാവാനുള്ള ചാൻസ് ഉണ്ട്. കേട്ടണ്ട, നമുക്ക് കാര്യം നോക്കാം. ഇനി മോൾ ഫ്രാക്ഷൻ നോക്കാം എന്താണ്. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കോമ്പണൻറ്റ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. നമ്മുടെ ആൻസർ മാറ്റി യാതൊരു ബന്ധമില്ല. അപ്പോൾ മോൾ ഫ്രാക്ഷൻ വേണ്ട. എന്നാൽ നോർമാലിറ്റിയിൽ ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് മോൾ ഈക്വാലൻസ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞത്. പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പം നോർമാലിറ്റിയിലും വന്നിട്ടുണ്ട്, മൊളാരിറ്റിയിലും വന്നിട്ടുണ്ട്. പക്ഷെ കാണാൻ പറഞ്ഞത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും എന്തെല്ലാം നോർമാലിറ്റിയിൽ ലിറ്റർ ഉണ്ടെങ്കിലും നോർമാലിറ്റി അല്ല, മോൾ ഫ്രാക്ഷനും അല്ല, പകരം എന്താണ് മൊളാരിറ്റിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. 2 ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ്. അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ്റെ കൊടുത്തിട്ടുണ്ട് സൗണ്ട് വേവ്, വിസിബിൾ ലൈറ്റ്, IR, ഇൻഫ്രാറെഡ് റേഡിയേഷൻ, റേഡിയോ വേവ്സ്. അപ്പോൾ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അല്ലാത്തത് ഏതാണ്? സൗണ്ട് വേവ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണുള്ളത്. ട്രാൻസ്വേഴ്സ് വേവും ഉണ്ട്, അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഉണ്ട്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്, പാർട്ടുകൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു. ലൈറ്റിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടെയാണ്. പാർട്ടിക്കിൾ വൈബ്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ഡിറക്ഷനിലാണ്. അപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് വേവ് എന്ന് പറഞ്ഞ പേരാണെന്ത്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, ലൈറ്റാണ്. ലൈറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റിന് എന്തുണ്ട്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്ന ആൾക്കാരാണ് ഏതൊക്കെ, റേഡിയോ വേവ്സ്, എക്സ്റേസ്, പിന്നെ ഏതാണ് ഓർഡറിലൊന്നല്ല ചെയ്യണത്, മൈക്രോവേവ്സ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ, നമ്മുടെ വിസിബിൾ ലൈറ്റ്, നമ്മൾ കാണുന്ന ലൈറ്റ്, വിസിബിൾ ലൈറ്റ്,
IR റേഡിയേഷൻ എക്സിട്ര. ഇതൊക്കെ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ പാർട്സ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണല്ലേ. IR റേഡിയേഷൻ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. റേഡിയോ വേവ്സ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഭാഗമാണ്. പക്ഷെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? അപ്പോൾ ഇതൊന്നല്ല. സൗണ്ട് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിലാണ്. എന്ന് പറയുകയാണെങ്കിൽ പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷനും പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷനും എങ്ങനെയാണ്? പാരലൽ ഡയറക്ഷനിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന പേരിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അത് നോക്കുക. മെയിൻ കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഓഫ് LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. ലിക്വിഡ് പെട്രോളിയം ഗ്യാസിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിട്ടുണ്ട് മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ. വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓർത്തിരിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു പെട്രോളിയം പ്രോഡക്റ്റാണ്. അതായത് പെട്രോളിയത്തിൽ നിന്നാണ് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറഞ്ഞ സംഗതി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് പെട്രോളിയം ഗ്യാസിൽ മെയിനായിട്ടും കാണപ്പെടുന്നത് എന്തൊക്കെയാണെന്നൊക്കെ? പ്രൊപ്പെയിൻ കാണാൻ ചാൻസ് ഉണ്ട്, C3H8. ബ്യൂട്ടെയിൻ കാണാൻ ചാൻസ് ഉണ്ട്, C4H10, ഓർ എ മിക്സ്ചർ ഓഫ് ബോത്ത്. എന്ന് പറയുകയാണെങ്കിൽ LPGയിൽ പ്രൊപ്പെയിനും കാണാൻ പറ്റും, ബ്യൂട്ടെയിനും കാണാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവ രണ്ടിനും മിക്സും കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഇപ്പോൾ പ്രൊപ്പെയിനും ഉണ്ട്, ബ്യൂട്ടെയിനും ഉണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യാം? ഇതിൽ നിന്ന് നമുക്ക് ശരിക്കുള്ള ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഇതിൽ പറയുന്ന കണ്ടീഷൻ ഇതാണ്: കുക്കിംഗ് പർപ്പസിനായതുകൊണ്ട് നമ്മളതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക എന്താണ്? ബ്യൂട്ടെയിൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള LPG ആണ് ഇപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഇതിൽ ശരിക്കും നോർമൽ കണ്ടീഷനിൽ LPG എന്ന് പറയുമ്പോൾ പ്രൊപ്പെയിനും ഉണ്ട്, ബ്യൂട്ടെയിനും ഉണ്ട്. പക്ഷെ കുക്കിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ഏറ്റവും 99% വരുന്നത് എന്താണ്? ബ്യൂട്ടെയിനാണ്. ഇത് മാത്രമല്ല, ബ്യൂട്ടെയിനാണ് ഏറ്റവും നന്നായി രീതിയിൽ ഹൈ ടെമ്പറേച്ചറിൽ കത്താനും അതുപോലെ തന്നെ കൂടുതൽ കാലം നല്ല രീതിയിൽ നിലനിൽക്കാനും പറ്റുന്നത് എന്തിനാണ്? ബ്യൂട്ടെയിനാണ്. മനസ്സിലായി? പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എഫിഷ്യൻ്റ് അല്ല. അതായത് എത്ര പെട്ടെന്ന് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമല്ല ഏതെന്ന് പറയണത്? പ്രൊപ്പെയിൻ എന്ന് പറയണത്. പിന്നെ മീതെയിൻ എന്ന് പറയുന്നതാണെങ്കിലും ഈതെയിൻ എന്ന് പറയുന്നതും എന്താണ്? നാച്ചുറൽ ഗ്യാസ് ആണ്. അതുമാത്രമല്ല അതിനെന്താണ്? ലോ കലോറിക് വാല്യൂ ആണ് കമ്പയർഡ് ടു ഏത്? പ്രൊപ്പെയിൻ ആൻഡ് ബ്യൂട്ടെയിൻ. അപ്പോൾ രണ്ട് പ്രൊപ്പെയിനും ബ്യൂട്ടെയിനുമാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുക. പക്ഷെ രണ്ടും LPGയിലുണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, പ്രൊപ്പെയിൻ ഉണ്ടാവില്ല, ബ്യൂട്ടെയിൻ ആണ് നമ്മൾ കുക്കിംഗ് പർപ്പസിന് വേണ്ടിയുള്ള ഗ്യാസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കൊടുക്കല്ലേ. അടുത്ത കണ്ടീഷൻ നോക്കാം. amount of work done in bringing unit positive charge from infinity to a point in electric field is called എന്നാണ് ചോദിച്ചത്. എന്താ പറയുന്നത്? amount of work done in bringing unit positive charge from infinity to a point in electric field is called. ഓപ്ഷൻ തന്നിട്ട് കുളോംബ് ഫോഴ്സ് തന്നിട്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തന്നിട്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തന്നിട്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് കുളോംബ് ഫോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ രണ്ട് ചാർജുകൾ Q1 Q2 ഡിസ്റ്റൻസ് R മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവന്മാർക്കിടയിൽ എന്തുണ്ടായിരിക്കും? ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്: F പ്രൊപ്പോർഷണൽ ടു Q1 Q2, F പ്രൊപ്പോർഷണൽ ടു 1/R². രണ്ടും F ആണല്ലേ. അതൊക്കെ ക്ലബ് ചെയ്യാം. F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ R². പ്രൊപ്പോർഷണൽ സൈൻ മാറ്റി കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. F = 1/4πε0 Q1 Q2 ബൈ R². ഈ ഫോഴ്സാണ് ആക്ച്വലി എന്ന് പറയുന്നത് കുളോംബ് എന്ന് പറയുന്നത്. ഈ കുളോംബ് ഫോഴ്സിന് പറയുന്ന മറ്റൊരു പേരാണെന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. വേണമെങ്കിൽ നമുക്കതിനെ ഫോർമുല ഇതാണ് വരിക: F = Q × E. അപ്പോൾ കുളോംബ് ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും കിട്ടിയില്ലേ? അപ്പോൾ കുളോംബ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ 1/4πε0 Q1 Q2 ബൈ R². ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ F = Q × E. അപ്പോൾ F = QE എന്ന് പറയുകയാണെങ്കിലും F = 1/4πε0 Q1 Q2 ബൈ R² എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? സെയിം ആണ്. അപ്പോൾ അത് രണ്ടും അല്ല പറഞ്ഞത്.
ഇനി റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്രതിരോധമാണെന്നുള്ളത് നമുക്കറിയാം. പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ ഒരു പാസിങ് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാണ്. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന പേരിലും റെപ്രസെൻറ്റ് ചെയ്യാം. എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ചാർജിനെ പറയുന്ന പേരാണ് എന്ത്? സോഴ്സ് ചാർജ് എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോഴ്സ് ചാർജ് ആയതുകൊണ്ട് ഈ സോഴ്സ് ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു സംഗതി പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അത് ചാർജ് പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല, നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫീൽഡ് എന്ന് പറയുന്നത് എവിടെ വരെ ഉണ്ടായിരിക്കും? ഇൻഫിനിറ്റി വരെയാണ് ആ ഫീൽഡ് ഉണ്ടായിരിക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചാർജ് വയ്ക്കുകയാണ്. ഈ ചാർജിനെ പറയുന്ന പേരാണെന്ത്? യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. അപ്പോൾ റിപ്പൾഷൻ ഉണ്ടാവില്ല. അപ്പോൾ റിപ്പൾഷൻ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഹെവി റിപ്പൾഷനെ ഓവർകം ചെയ്തുകൊണ്ട് ഈ ചാർജ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ ചാർജിൻ്റെ അടുത്തേക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നീക്കിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് സോഴ്സ് ചാർജിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു പെർട്ടിക്കുലർ എമൗണ്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ട വർക്കിനെ പറയുന്ന പേരാണെന്ത്? പൊട്ടൻഷ്യൽ. അപ്പോൾ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് പറയാൻ പറ്റും? യൂണിറ്റ് ചാർജ് എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എന്താ പറയുകയാണെങ്കിൽ ബ്രിങ് വർക്ക് ഡൺ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആൻസർ അപ്പോൾ എന്താണ് വരിക? ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ബബിൾസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ അക്വേറിയം ഇൻക്രീസസ് ഇൻ സൈസ് ആസ് ഇറ്റ് റൈസസ് അപ്വേർഡ്സ്. എന്ന് പറയുകയാണെങ്കിൽ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പലതുണ്ടാവും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ബോട്ടം ലെവലിൽ എന്ത് ഫോം ചെയ്യുന്നു? ഒരു ബബിൾ ഫോം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ ബബിൾ എന്ന് പറയുന്നത് അതിൻ്റെ താഴത്തെ നിലയിൽ നിന്നും മുകളിലേക്ക് ഇങ്ങനെ വരികയാണ്. ഓക്കെ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നു മുകളിലേക്ക് വരുന്തോറും ബബിളിൻ്റെ സൈസ് കൂടുന്നു. സൈസ് കൂടുമ്പോൾ അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിളാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പം കുറേ ലോസ് കണ്ടിട്ടുണ്ടല്ലേ എന്നൊക്കെ. അവഗാഡ്രോ ലോ ചോദിച്ച് പറഞ്ഞിട്ടുണ്ട്, ബോയിൽസ് ലോ പറഞ്ഞിട്ടുണ്ട്, ചാൾസ് ലോ പറഞ്ഞിട്ടുണ്ട്, ഗ്രഹാംസ് ലോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബോയിൽസ് ലോയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ പി വി ഈസ് ഈക്വൽ ടു ആർ ടി. പി പ്രഷറാണ്, വി വോളിയമാണ്, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, ടി എന്താണ്? ടെമ്പറേച്ചറാണ്. ജസ്റ്റ് വിചാരിക്കുക, അപ്പോൾ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും വേരിയബിളാണ്. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ടെമ്പറേച്ചർ എന്നുള്ള വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ബബിൾ എന്ന് പറയുന്നത് മുകളിലേക്ക് വരികയാണ്. അപ്പോൾ മുകളിലേക്ക് വരുന്തോറും എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബബിളിൽ വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രഷറിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുക. പ്രഷറിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇക്വേഷൻ അനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യും? വോളിയം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. പ്രഷർ കുറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ബബിളിൻ്റെ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബോയിൽസ് ലോ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ബോഡി ഈസ് ടേക്കൺ ഫ്രം ദ ഇക്വേറ്റർ ടു ദ എർത്ത് നോർത്ത് പോൾ. ഒരു ബോഡി എന്ന് പറയുന്നത് ഇക്വേറ്ററിൽ നിന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നോർത്ത് പോളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഓപ്ഷൻസ് വന്നിട്ട് മാസ് ആൻഡ് വെയിറ്റ് റിമെയിൻസ് സെയിം. മാസ് ബി ഓപ്ഷൻ മാസ് ഇൻക്രീസസ്, വെയിറ്റ് റിമെയിൻസ് ദി സെയിം. വെയിറ്റ് ഇൻക്രീസസ്, മാസ് റിമെയിൻസ് ദി സെയിം. മാസ് ആൻഡ് വെയിറ്റ് ഡിക്രീസസ്.
ഇങ്ങനെ 4 ഓപ്ഷനാണ് നമുക്ക് അതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. ഈ എർത്ത് എന്ന് പറയുന്നത് സ്പെരിക്കലി സിമെട്രിക്കൽ പേപ്പർ അവിടെ അതിരിക്കും. ഈ മാസ് എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, സ്പെരിക്കലി സിമെട്രിക്കൽ ഷേപ്പ് എന്നല്ല, ഇതേപോലത്തെ ഒരു ഷേപ്പായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എന്താ പറയുക, ഇക്വേറ്റർ എന്ന് പറയാം. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ പോൾ എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അറിയേണ്ട കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഈ മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുകയാണെങ്കിൽ ഇത് ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഓബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന എന്താണ് പറയുക, എമൗണ്ട് ഓഫ് മാറ്റർ. ഓക്കെ, എമൗണ്ട് ഓഫ് മാറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാസ് എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എമൗണ്ട് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് നമ്പറാണ്, അതൊരിക്കലും എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് ബോഡി എന്ന് പറയുന്നത് ഇക്വേറ്ററിൽ നിന്നും നോർത്ത് പോളിലേക്കോ അല്ലെങ്കിൽ നോർത്ത് പോളിൽ നിന്ന് ഇക്വേറ്ററിലേക്കോ എങ്ങോട്ട് മൂവ് ചെയ്താലും കുഴപ്പമില്ല, പാർട്ടികളുടെ മാസ് എന്ന് പറയുന്ന വാല്യൂ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിരിക്കും. എല്ലാ കണ്ടീഷനിലും മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ചേഞ്ച് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ. എന്നാൽ വെയിറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫോർമുല നോക്കുക. വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ജി ആണ്. ഈ ജി എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഈ ജി എന്ന് പറയുന്ന വാല്യൂ എന്താണ്, വേരിയബിൾ ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ആദ്യം പഠിച്ചത് ജിയുടെ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്നാണ് പഠിച്ചത്. പക്ഷെ അത് എവിടെ മാത്രമാണ് ആ വാല്യൂ ഉണ്ടാവുള്ളൂ, സർഫേസിൽ മാത്രമാണ് അതിൻ്റെ വാല്യൂ അങ്ങനെ ഉണ്ടാവുള്ളൂ. എന്നാൽ എർത്തിൻ്റെ സെൻറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ജിയുടെ വാല്യൂ 0 ആയിട്ട് വരും. ഇനി എർത്തിൻ്റെ ഇക്വേറ്ററിലേക്ക് വരികയാണെന്ന് വിചാരിക്കും. ഇക്വേറ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.780 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. പോളിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കാം. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.832 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവിടെ കണ്ടില്ലേ, വാല്യൂ കുറഞ്ഞു, ഇവിടെ വാല്യൂ കൂടാണ് ചെയ്യുന്നത്. അതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് 0.5% മോർ അറ്റ് ദി പോൾസ് ദാൻ അറ്റ് ദി ഇക്വേറ്റർ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി സംഭവിക്കും, മുകളിലേക്ക് പോകുന്തോറും വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്, പക്ഷെ മാസ് റിമെയിൻസ് സെയിം ആണ്. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു എന്ത് പറയുന്നു, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഫാക്ടറാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാകുന്നു. കാരണം എർത്ത് എന്ന് പറയുന്നതിന് റൊട്ടേറ്റ് ചെയ്യാമല്ലേ. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനിലേക്കും തുണി കിടന്ന് കറങ്ങുന്നുണ്ടല്ലേ, അതൊക്കെ നമ്മൾ എന്താണ് പറയുക, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഈ എർത്തിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇഫക്റ്റും പിന്നെ ഈ ഷേപ്പിൻ്റെ പ്രത്യേകതയും കാരണമാണ് ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ആൻസർ അപ്പോൾ എന്താണ് വരിക, വെയിറ്റ് ഇൻക്രീസസ്, മാസ് റിമെയിൻസ് സെയിം ആയിട്ട് മാറും. ഇനി മാസ് ആൻഡ് ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. നന്നായി പഠിച്ച് നന്നായി മനസ്സിലാക്കിയതാണ് ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിലും നന്നായി മനസ്സിലാക്കിയാലാണ് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് ടൈം എന്നാണ് പറഞ്ഞത്. ടൈമിൻ്റെ യൂണിറ്റ് അല്ലാത്തതാണ് വെച്ചേക്കണത്. ലീപ്പ് ഇയർ വന്നിട്ടുണ്ട്, ലൂണാർ മന്ത് വന്നിട്ടുണ്ട്, ലൈറ്റ് ഇയർ വന്നിട്ടുണ്ട്, മൈക്രോ സെക്കൻഡാണ് തന്നേക്കണത്. നമുക്ക് നോക്കാം എന്താണ് എൻ്റെ ഐഡിയ. ഇനി മൈക്രോ സെക്കൻഡിൽ മൈക്രോ എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ്, 10⁻⁻6 സെക്കൻഡാണ്. അപ്പോൾ ഒരു സെക്കൻഡിൻ്റെ 10⁻⁻6 ആണ് ഇത് മൈക്രോ സെക്കൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഓപ്ഷൻ ഡി എന്താണ്, ലൈറ്റിൻ്റെ യൂണിറ്റ് ആണ്. ഇനി അടുത്ത് നോക്കാം, ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 വർഷം കൂടുമ്പോൾ വരുന്ന സമയമാണ്. 4 വർഷം കൂടുമ്പോൾ വരുന്ന സമയം എന്ന് പറയുകയാണെങ്കിൽ ലീപ്പ് ഇയറും തന്നെയാണ് ടൈമിൻ്റെ യൂണിറ്റാണ്. ലൂണാർ മന്ത് എന്ന് പറയുകയാണെങ്കിൽ ചന്ദ്രമാസം 28 ദിവസമല്ലേ, 28 ഡേയ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 28 ഡേയ്സ് കൂടുമ്പോഴാണ് ലൂണാർ മന്ത് വരിക. അപ്പോൾ ലൂണാർ മന്ത് തന്നെയാണ് ടൈമിൻ്റെ യൂണിറ്റാണ്. പക്ഷെ ലൈറ്റ് ഇയർ നോക്കുക. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വർഷം ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരമാണ് ലൈറ്റ് ഇയർ. ഒരു വർഷം ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുകയാണെങ്കിൽ ഇതെന്താണ്, നോട്ട് എ യൂണിറ്റ് ഓഫ് ടൈമാണ്. പക്ഷേ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ആക്ച്വലി എന്തിൻ്റെ യൂണിറ്റാണ്, ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ് പറയുന്നത്. അപ്പോൾ 1 ലൈറ്റ് ഇയർ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഓർത്തിരിക്കുക, 9.5 ട്രില്യൺ കിലോമീറ്റർ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, അത്രയും വലിയ ഒരു ഡിസ്റ്റൻസ് ആണത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക.
അടുത്ത് നോക്കാം, സെപ്പറേറ്റിംഗ് ഫാണൽ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എൻ്റെ ആൻസർ പഠിച്ചേക്കുക ഇമ്മിസിബിൾ ലിക്വിഡ്സിലാണ്. മിസിബിൾ ലിക്വിഡ്സ്, സോളിഡ്സ്, സബ്ലിമബിൾ സോളിഡ്സ് തന്നിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആൻസർ പഠിച്ചേക്കുക ഇമ്മിസിബിൾ ലിക്വിഡാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അൾട്രാ പ്യുവർ ജർമേനിയം യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഈസ് റിഫൈൻഡ് ബൈ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ക്വസ്റ്റ്യനിൽ അപ്പോൾ ഇങ്ങനെയാണ് എഴുതി ചെയ്യുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്കിത് ഒന്നും മനസ്സിലാവില്ല. എന്നിട്ട് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അൾട്രാ പ്യുവർ ജർമേനിയം ഒരു ഫോർമുല യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സെമി കണ്ടക്ടേഴ്സ്. ഇതങ്ങനെ തട്ടി കളയാം. അപ്പോൾ അൾട്രാ പ്യുവർ ജർമേനിയം ഈസ് റിഫൈൻഡ് ബൈ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അത്രയും പരിശുദ്ധമായ ജർമേനിയം നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അപ്പോൾ യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സെമി കണ്ടക്ടർ ഉണ്ടാകാനായിട്ടുള്ള അൾട്രാ പ്യുവർ ജർമേനിയം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചാപ്റ്റർ 10 ഒരു ക്വസ്റ്റ്യൻ ഭാഗമാണ് സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക്സിലെ സെമി കണ്ടക്ടർ. അതിൽ പറയുന്നുണ്ട് ഇൻട്രൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും പറയുന്നുണ്ട്. ഇൻട്രൻസിക് ആണ് പ്യുവർ അല്ലെങ്കിൽ അൾട്രാ പ്യുവർ ജർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ ആണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ അത് ആദ്യമായിട്ട് ഈ പണി ചെയ്ത ആൾക്കാർ എന്ന് പറയുന്നത് ബെൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുപയോഗിച്ച ടെക്നോളജിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതെന്താണ്? സോൺ റിഫൈനിങ് ടെക്നോളജിയാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ബെൽ കമ്പനിയാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അവരതിനു വേണ്ടി ഉപയോഗിച്ച ടെക്നോളജി എന്താണ്? സോൺ റിഫൈനിങ് എന്ന പേരിലാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആൻസർ, ഞങ്ങളിപ്പോൾ MSc പഠിക്കുകയാണെങ്കിൽ പോലും സോൺ റിഫൈനിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ആൻസർ സോൺ റിഫൈനിങ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ലെൻസ് ഇമേഴ്സ്ഡ് ഇൻ ലിക്വിഡ് ബിക്കം ഇൻവിസിബിൾ വെൻ. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ ഒരു ലെൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വാട്ടറിൽ ലിക്വിഡിൽ മുക്കി കഴിഞ്ഞാൽ എപ്പോഴാണത് അപ്രത്യക്ഷമാക്കുന്നത്? ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഈസ് 0. പക്ഷേ ഒരിക്കലും ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിട്ട് മാറില്ല, 0 ആയിട്ട് മാറില്ല. ഫോക്കൽ ലെങ്ത് ഇൻഫൈനൈറ്റ്, അതും സംഭവിക്കില്ല. മ്യൂവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? μL എന്ന് പറയുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കിയുള്ള എക്സ്പ്ലനേഷൻസ് അടുത്ത വീഡിയോയിലിടാം. എന്തോ സംതിങ് പ്രോബ്ലം ഒരു അരമണിക്കൂർ കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ.